ഇത് മോൻ്റെ ബർത്ത്ഡേയുടെ അന്നത്തെ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. പൊതുവേ ബിരിയാണി, ഫിഷ് ബിരിയാണി അല്ലെങ്കിൽ നോർമൽ ബിരിയാണി, മന്തിയൊക്കെയാണ് ഉണ്ടാക്കാറ്. ഇന്ന് ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടി കട്ടിയുള്ള പാത്രം ഏതെങ്കിലും വെക്കാൻ. ഞാനിവിടെ ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. ചിക്കൻ വറുത്ത എണ്ണ തന്നെ ഉപയോഗിച്ചിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് കുറച്ച് വെളുത്തുള്ളി സോട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. മാറ്റുകയല്ല, സോട്ട് ചെയ്യാണ്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അടുത്ത് ഇടാൻ വേണ്ടി പോകുന്നത് സവാളയാണ്. അപ്പം സവാള ഞാനിവിടെ 1 കിലോ ആണ് റൈസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സവാള നന്നായിട്ട് സോട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കുറച്ച് ക്യാരറ്റും നന്നായിട്ട് സോട്ട് ചെയ്യുക. എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത്ര മാത്രമേ ഉള്ളൂ ഫ്രൈഡ് റൈസിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടി നന്നായിട്ട് സോട്ട് ചെയ്യുക. പിന്നെ കുറച്ച് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഞാൻ 1 kg റൈസ് എടുത്തതുകൊണ്ട് തന്നെ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. 6 മുട്ട പൊട്ടിച്ച് ഒരല്പം ഉപ്പും കുറച്ച് സോയാ സോസും കൂടി മിക്സ് ചെയ്തിട്ട് ഞാനതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചിക്കി ഇളക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ വറുത്തത് അതുകൂടി കട്ട് ചെയ്തിട്ടും കൂടി ഇതിനോട് കൂടി യോജിപ്പിക്കാം. ചിക്കൻ ഫ്രൈഡ് റൈസ് ആണല്ലോ ഉണ്ടാക്കണത്. എന്നിട്ട് റൈസും കൂടി കൂട്ടി യോജിപ്പിക്കാം. എപ്പോഴും റൈസ് ഉപയോഗിക്കുമ്പോൾ നമ്മളെപ്പോഴും തണുത്ത റൈസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ 2 മണിക്കൂർ മുന്നേ റൈസ് ഉണ്ടാക്കി നമ്മളെപ്പോഴും തണുപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരല്പം ചില്ലി ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് പായസം കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മോൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അവരായിരുന്നു ഇന്നത്തെ ഗസ്റ്റ്. അങ്ങനെ ചെറിയൊരു ബർത്ത്ഡേ ആഘോഷം, വലിയ ആർഭാടങ്ങളൊന്നുമില്ല, എന്നാലും ചെറിയൊരു ബർത്ത്ഡേ ആഘോഷത്തിൽ ഇത് അവസാനിപ്പിച്ചു കേട്ടോ.